കാലത്ത് തന്നെ പമ്പിലത്തെ ചേട്ടന്മാരെ വിളിച്ചിട്ട് ചായയൊക്കെ തന്നു. അങ്ങനെ നേരെ അവിടെ സെറ്റായിട്ട് സൈക്കിൾ എടുത്ത് ഇറങ്ങി. കോയമ്പത്തൂർക്ക് പോകണല്ലോ. സൈക്കിളിൻ്റെ ഊപ്പാട് മൊത്തം ഇളകിയിട്ട് ഒരു ലെവലായിട്ടിരിക്കണേ. അപ്പം എങ്ങനെയെങ്കിലും ഡെക്കാത്തോളിലേക്ക് എത്തണം വിചാരിച്ചിട്ട് ചവിട്ടണേ. അങ്ങനെ കുറേ ദൂരമുണ്ട്. സൈക്കിളാഞ്ച് ചവിട്ടിയിട്ട് നീങ്ങണില്ല. പെട്ടണോണം വരെ ചവിട്ടി ചവിട്ടി നിൽക്കണേ. അങ്ങനെ നോക്കുമ്പോൾ മലയൊക്കെ കണ്ടു തുടങ്ങി. പിന്നെ ആസ്വദിച്ച് ചവിട്ടില്ലായി. വേറെ പാകമൊന്നുമില്ല. അങ്ങനെ പോകുമ്പോൾ ഒരു പാവം കപ്പിൾസൊക്കെ പോകുന്നുണ്ട്. അവരൊക്കെ നോക്കി മെല്ലെ മെല്ലെ പോവുക. അങ്ങനെ കോയമ്പത്തൂർക്ക് നോക്കി 35 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല. റോട്ടിൽ കൂടെ ഉള്ള ആസ്വദിച്ചിട്ടൊക്കെ പോവന്നെ. അങ്ങനെ പോയി നോക്കുമ്പോൾ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഫുള്ള് ലോട്ടറിക്കാർ. എന്തോരം ലോട്ടറി വെക്കണമെന്ന് അറിയും. ഇതേപോലെ വെക്കണം ഇങ്ങനെ കണ്ടിട്ടില്ലേ. നമ്മളവിടെ മറ്റേ കയ്യിൽ പിടിച്ച് വെക്കണുണ്ട്. ഇതിങ്ങനെ സ്റ്റാൾ പോലെ ഇട്ടിട്ടാണ് എല്ലാവരും കണ്ടിരുന്നിട്ട്. റോഡ് സൈഡിലാണ്. അങ്ങനെ അവിടെ നിന്ന് നേരെ തൊട്ടപ്പുറത്തൊക്കെ കടയിൽ പോയിട്ട് വെള്ളം കഴിച്ചപ്പോൾ വെള്ളം ചോദിച്ചു വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അപ്പുറത്തൊരു പമ്പിൽ പോയിട്ട് കുറച്ച് വെള്ളം വാങ്ങിച്ചു. അങ്ങനെ നേരെ പോയിട്ട് വിശന്ന് തുടങ്ങി. കുറേ വെയിൽ കൂടി തുടങ്ങി. അങ്ങനെ നേരെ തൊട്ടപ്പുറത്തൊരു സൈഡിൽ ഒഴിഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് മാഗി ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ മാഗി ഉണ്ടായിരുന്നു, മുട്ട ഉണ്ടായിരുന്നു. അങ്ങനെ മുട്ട ഉണ്ടാക്കി കഴിച്ചു. അവിടെ ഇരുന്നിട്ടുണ്ട് കഴിക്കലൊക്കെ. കോയമ്പത്തൂരത്തെ വെയിൽ എന്ന് പറഞ്ഞാൽ പറയും വേണ്ടല്ലോ. കൊണ്ട് എത്തുമ്പോഴേക്കുള്ളത് ഹൈവേ കൂടി ആകുമ്പോൾ ഭയങ്കര ചൂടായിരുന്നു. അങ്ങനെ കിട്ടിയ സൈഡിൽ ഇരുന്നിട്ട് ആകെ ഉണ്ട പരിവായിൻ്റെ. അങ്ങനെ അവിടെ ഇരുന്നിട്ട് ചോറേ മാഗിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചു. അതുകൊണ്ട് അവിടെ നിന്ന് സൈഡിൽ സ്ലീപ്പിംഗ് ബാഗ് ഇട്ടിട്ട് അവിടെ നിന്ന് കിടന്നു. അങ്ങനെ കുറച്ച് നേരം കിടന്നു. ഒരു ഉച്ചയ്ക്ക് എത്തിയിട്ട് ഒരു 2 മണിയൊക്കെ 3 മണി നേരം വരെ അവിടെ കിടന്നു. എന്നിട്ട് പിന്നെ വീണ്ടും ഇറങ്ങിയപ്പോഴും ഗംഭീര വെയിലാണ്. ഒരു രക്ഷയില്ലാത്ത വെയിലെന്ന് പറഞ്ഞാൽ എന്ത് വെയിലാണെന്ന് അറിയൂ. മരങ്ങളൊന്നുമില്ല. വെയിൽ ഫുള്ള് തന്നെ പാകമുള്ളൂ. അപ്പോഴേക്കും ഒരു ചേട്ടൻ വന്നിട്ട് ചോദിച്ചു ഫോട്ടോ എടുക്കട്ടേന്ന്. അങ്ങനെ ചേട്ടനെ കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. ആളെയും ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് നിന്നു. ആളൊരു ഇലക്ട്രിക് സ്കൂട്ടറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ അയാളോടൊക്കെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ മെല്ലെ നീങ്ങണില്ല. സൈക്കിളിൽ പോകുന്നുണ്ട് കഴിഞ്ഞാൽ അറിയാം. ചവിട്ടിയിട്ട് കൊണ്ട് നീങ്ങണില്ല. അങ്ങനെ അയാളൊക്കെ പോയി. പിന്നെ വീണ്ടും കോയമ്പത്തൂർക്ക് എത്താനുള്ള പുറപ്പാടിലാണ്. കോയമ്പത്തൂർ ബ്രോഡ്വേയിലാണ് ഡെക്കാത്തലൻ വരുന്നത്. നമ്മുടെ അവിടുത്തെ പോലെ മറ്റേ വലിയ ഏക്കറിലൊന്നല്ല ഇവിടുത്തെ ഡെക്കാത്തലൻ. ഒരു മാളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഡെക്കാത്തലൻ. അങ്ങനെ നേരെ പോയിട്ട് എന്താ പറയുക, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കുറേ ചവിട്ടി മനുഷ്യൻ്റെ ഉപ്പാട്ടല്ലെങ്കിന്ന് അറിയില്ലേ. സൈക്കിളിന് ഇത് ബെൻഡായിൻ്റെ വീല്, അതാണ് കൂടുതൽ പ്രശ്നമായത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കറങ്ങുമ്പോൾ നല്ല പിടുത്തം വരിക. സൈക്കിൾ എങ്ങനെ ചവിട്ടിയിട്ട് നീങ്ങണ്ടില്ല. അങ്ങനെ കുറേ ദൂരം ചവിട്ടി. എന്താ പറയുക, ചവിട്ടൽ മാത്രമായി. ചവിട്ടി നേരെ ഡെക്കാത്തോളിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ അവരോട് പറഞ്ഞു കാര്യം അങ്ങനെ സർവീസ് പറഞ്ഞു ബാക്കിയുണ്ട്, ഫ്രീ സർവീസാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എത്തിയത് ഒരു 5 മണിക്കാണ്. ഞാൻ അവർ പറഞ്ഞു ഓക്കെ ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് 7 മണിയാകുമ്പോഴേക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് നേരം 2 മണിക്കൂറിലാണ്ട് അവിടെ തന്നെ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കി. അങ്ങനെ ഇവരാണെന്ന് വെച്ചാൽ ആയം പാടിയിട്ട് നിൽക്കണേ. അവിടെയുള്ള ചെക്കനാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കഥ ഉണ്ടായിരുന്നില്ല. അവനൊന്നും അറിയില്ല. അതുകൊണ്ട് അങ്ങനെ നേരെ അപ്പുറത്തെ കടയിൽ പോയിട്ടൊരു ചായയും വടയൊക്കെ കഴിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നു. അങ്ങനെ നോക്കുമ്പോഴേക്കും എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ എത്തിയിട്ടുണ്ടെന്ന്. അങ്ങനെ നേരെ അവൻ്റെ ഒപ്പം പോയി. അവൻ ചായ കുടിക്കുന്നു പറഞ്ഞപ്പോൾ വീണ്ടും ഒരു ചായയും വടയൊക്കെ കുടിച്ചു. അങ്ങനെ തൊട്ടപ്പുറത്തുള്ള പമ്പിൽ പോയിട്ട് ടെൻ്റ് അടിച്ചു. ആയി തന്നെ പോയിട്ട് അതിൻ്റെ ഇടയിൽ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു 9 മണിയാവും കിട്ടാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. അവിടെ 9 മണി വരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും അവിടെ പോയി തൊട്ടടുത്തുള്ള പമ്പിൽ പോയി ടെൻ്റ് അടിച്ചിട്ട് വയ്ക്കുക, എന്നിട്ട് വരാൻ വിചാരിച്ചു. ലഗേജും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെയാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് കിട്ടില്ല എന്ന്. അപ്പോൾ നേരെ സൈക്കിൾ എടുത്തിട്ട് പോന്നു അവിടുന്ന്. അങ്ങനെ നാളെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് പോന്നിട്ട് പോസ്റ്റാണ്. പിന്നെ നാളെയും കോയമ്പത്തൂർ നിൽക്കേണ്ട അവസ്ഥയായി. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ പെട്രോൾ പമ്പിൽ ഒന്ന് ആദ്യം ടെൻ്റ് അടിച്ചു. അങ്ങനെ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ചാർജിങ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ചാർജ് ഊത്താളുന്നുണ്ട്. അവിടെ ടെൻ്റ് അടിക്കാൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ടെൻ്റ് കൊടുത്തിട്ട് ഞാൻ പൊക്കിയിട്ട് നേരെ ഇവിടുന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പുറത്ത് കൊണ്ടുപോയി കുത്തിവെച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നോക്കിയിട്ട് ചാർജർ കുത്തിവെച്ച് പോന്നു. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആദ്യം കുത്തിയപ്പോൾ ചാർജ് കയറുന്നുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോൾ കയറുന്നില്ല. അങ്ങനെ വീടിന്ന് മൊത്തം എടുത്തിട്ട് അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് വരിക പരിപാടിയായിരുന്നു. അങ്ങനെയൊന്നും പറയണ്ട. ഫുൾ പോസിറ്റീവ് എൻജോയ് ആയിരുന്നു. അങ്ങനെ എന്ത് ചെയ്യുക, ഇതൊക്കെ എടുത്തിട്ട് ഫുള്ള് ടെൻറ്റിനുള്ളിൽ കയറ്റി കിടക്കുക തന്നെ. വേറെ പാകമൊന്നുമില്ലല്ലോ. അങ്ങനെ ഇപ്പോഴേക്കും നേരെ ടെൻ്റ് അടിച്ചിട്ട് അവരോട് കാര്യം പറഞ്ഞിട്ട് നേരെ തൊട്ടപ്പുറത്തുള്ള ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോയി. ചെക്കൻ വന്നുള്ളതല്ലേ, ചെക്കനെ കൊണ്ട് ചെലവിപ്പിച്ചു. നല്ല ചിക്കൻ ചോറും പിന്നെ ഞാനൊരു ദോശയും ഓംപ്ലേറ്റും വാങ്ങിച്ച് കഴിച്ചു. നേരെ പെട്രോൾ പമ്പിൽ ഒന്ന് കിടന്നു. പെട്രോൾ പമ്പിൽ വന്നപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുൾ പാട്ടിൻ്റെ 5 കളിയാണ്. 24 hours. 12 മണിക്ക് അതിൻ്റെ വന്ന് കിടക്കുമ്പോൾ തന്നെ പിന്നെ ഒന്നും നോക്കിയില്ല. ഇവർ ഫുള്ള് പാട്ട് വെച്ചിട്ട് അർമാദിക്കുക. ആ സ്പീക്കറിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങൾ ടെൻ്റ് അടിക്കുക. ഇത് പെട്ടു ആദ്യം അറിയാൻ വെച്ചാൽ ഞങ്ങൾ ടെൻ്റ് അടിച്ചിടുന്നില്ല. അങ്ങനെ എന്നിട്ട് ചെയ്യുക. അവിടെ കിടന്നു. കുറച്ച് കഴിയുമ്പോൾ ആദ്യം ടപ്പാങ്കുത്ത് പാട്ടൊക്കെ കിടന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങാൻ പറ്റുന്ന പാട്ടുകളായി. അങ്ങനെ സുഖമായി. അങ്ങനെ എല്ലാം ഒന്നും നോക്കിയില്ല. മെല്ലെ അവിടെ കിടന്ന് ഉറങ്ങാനുള്ള പരിപാടി. ഇങ്ങനെ 2 ആളുണ്ടല്ലോ, ഫ്രണ്ട് വന്നിട്ടല്ലോ. അപ്പോൾ 2 ആളും കൂടി കിടക്കണം. കറക്റ്റ് 2 ആളുകളുടെ എൻ്റെ സാധനങ്ങൾ വെക്കണ കാരണം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
എന്നാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കിടന്നു. അങ്ങനെ അവൻ പറഞ്ഞാലും നാളെ കാലത്ത് ഞാൻ ചിലപ്പോൾ പോവും, ടൈമൊന്നും ഉറപ്പില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ കിടക്കണം, ആദ്യം കിടന്ന് ഉറങ്ങുക, നാളത്തെ കാര്യം നാളെ നോക്കാമെന്ന് പറഞ്ഞു.